നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശി VJ അർജുനാണ് മരിച്ചത്. കൊയിലാണ്ടി ഇടക്കുളം ചെങ്ങോട്ടുകാവ് മേൽപ്പാലത്തിന് സമീപം ഒതയത്തോത്ത് വില്ലയിൽ വിമുക്ത ഭടൻ MK വിജയന്റെയും ജെസിയയുടെയും മകനാണ് അർജുൻ. UK-യിലെ കെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി കുടുംബത്തിന് വിവരം ലഭിച്ചു. UK പോലീസാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾക്കായി പ്രാദേശിക മലയാളി സമൂഹം ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. 2022 യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സിൽ MS പഠനത്തിനായി എത്തിയ അർജുൻ BTech കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയാണ്. മകന്റെ അപ്രതീക്ഷിത വേർപാടിൽ മാതാപിതാക്കൾ ഞെട്ടലിലാണ്. നോട്ടിംഗ്ഹാമിൽ നിന്ന് കാണാതായ മലയാളി ഗൃഹനാഥനെ കണ്ടെത്തി. കോട്ടയം സ്വദേശി സ്റ്റീഫൻ ജോർജിനെയാണ് വെയിൽസിലെ സ്വാൻസിയയിൽ നിന്ന് കണ്ടെത്തിയത്. സ്റ്റീഫനെ കണ്ടെത്താൻ പൊതുജന സഹായം തേടി നോട്ടിംഗ്ഹാംഷെയർ പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ അറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10:45 സ്റ്റീഫനെ കണ്ടെത്തിയതായി വിവരം ലഭിച്ചു. ഇന്ന് രാവിലെയോടെ സ്റ്റീഫനെ വീട്ടിലെത്തിക്കുമെന്ന് കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിച്ചു. നോട്ടിംഗ്ഹാമിലെ പിസ്സ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റീഫൻ ഞായറാഴ്ച പതിവ് പോലെ സൈക്കിളിൽ ജോലിക്ക് പോയിരുന്നു. എന്നാൽ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് ഫാക്ടറി ജീവനക്കാർ കുടുംബത്തെ വിവരം അറിയിക്കുകയായിരുന്നു. വെയിൽസിലെ കെയർഫില്ലി ഉപതെരഞ്ഞെടുപ്പിൽ പ്ലേറ്റ് സിമ്രുവിന് റെക്കോർഡ് വിജയം. ലേബറിന് കനത്ത തിരിച്ചടി. കെയർഫില്ലി ഉപതെരഞ്ഞെടുപ്പിൽ പ്ലേറ്റ് സിമ്രു 47% വോട്ടോടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. റിഫോം UK 36% വോട്ടോടെ രണ്ടാം സ്ഥാനത്തെത്തി. ലേബർ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 100 വർഷത്തിനിടെ ഈ മണ്ഡലത്തിൽ ലേബറിന്റെ ആദ്യ തോൽവിയാണിത്. ലേബർ നേതാവ് ഹെഫിൻ ഡേവിഡിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വെൽഷ് പാർലമെന്റിൽ ലേബറിന് ഭൂരിപക്ഷത്തിന് 2 സീറ്റിന്റെ കുറവുണ്ട്. ഈ വിജയം വെൽഷ് രാഷ്ട്രീയത്തിന് ഒരു പുനഃസജ്ജീകരണമാകുമെന്ന് പ്ലേറ്റ് നേതാവ് റുണെ പി ഇയോവർത്ത് പറഞ്ഞു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലേബറിന്റെ ആധിപത്യം ഭീഷണിയിലാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പോളിംഗ് ശതമാനം 50.4 ആയിരുന്നു. JLR സൈബർ ആക്രമണത്തെ തുടർന്ന് UK-യിൽ കാർ ഉൽപ്പാദനം 70 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ജാഗ്വാർ ലാൻഡ് റോവർ ഫാക്ടറികൾ സൈബർ ആക്രമണത്തെ തുടർന്ന് 5 ആഴ്ച അടച്ചിട്ടതിനാൽ സെപ്റ്റംബറിൽ UK-യിലെ കാർ ഉൽപ്പാദനം 27% കുറഞ്ഞു. 51,000-ത്തിലധികം കാറുകൾ മാത്രമാണ് നിർമ്മിച്ചത്. ഇത് 1952 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സെപ്റ്റംബർ ഉൽപ്പാദനമാണ്. JLR പ്ലാന്റുകൾ ഒരു വാഹനം പോലും നിർമ്മിച്ചില്ല. ഈ സൈബർ ആക്രമണം 1.9 ബില്യൺ പൗണ്ട് നഷ്ടമുണ്ടാക്കിയതായും 2026 ജനുവരി വരെ പൂർണ്ണ വീണ്ടെടുക്കൽ ഉണ്ടാകില്ലെന്നും സൈബർ മോണിറ്ററിംഗ് സെന്റർ കണക്കാക്കുന്നു. സോളിഹുൾ, വോൾവർഹാംപ്റ്റൺ, ഹെയിൽവുഡ് എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നുണ്ട്. UK-യിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും കയറ്റുമതി ചെയ്യുന്നവയാണ്. സെപ്റ്റംബറിൽ കയറ്റുമതി 24.5% കുറഞ്ഞു. സെപ്റ്റംബറിൽ UK-യിൽ റീറ്റെയിൽ വിൽപ്പനയിൽ അപ്രതീക്ഷിത വർധന. സ്വർണവും ഐഫോണും കാരണം. സെപ്റ്റംബറിൽ UK റീറ്റെയിൽ വിൽപ്പന 0.5% ഉയർന്നു. പുതിയ ഐഫോൺ മോഡലുകളുടെയും ഓൺലൈൻ ജ്വല്ലറികളിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർധനയുടെയും പിന്തുണയോടെയാണിത്. തേർഡ് ക്വാർട്ടറിൽ വിൽപ്പന 0.9% വളർച്ച രേഖപ്പെടുത്തി. ഇത് GDP വളർച്ചയിൽ 0.04% പോയിന്റ് സംഭാവന ചെയ്യുമെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി. സാമ്പത്തിക വിദഗ്ധർ 0.2% കുറവ് പ്രതീക്ഷിച്ചിരുന്നു. ചൂടുള്ള കാലാവസ്ഥ വസ്ത്രവിൽപ്പന വർദ്ധിപ്പിച്ചു. ടെക് സ്റ്റോർ വിൽപ്പനയും ശക്തമായി. ഓൺലൈൻ വിൽപ്പന 1.5% വർദ്ധിച്ചു. 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. എന്നാൽ ഉയർന്ന പണപ്പെരുപ്പം, ദുർബലമായ തൊഴിൽ വിപണി, നികുതി വർധനവ് എന്നിവ റീറ്റെയിൽ മേഖലയെ ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ടെസ്കോ, ഗ്രെഗ്സ് തുടങ്ങിയ റീറ്റെയിലർമാർ ലാഭപ്രവചനം ഉയർത്തിയെങ്കിലും ഗ്രെഗ്സ്, B&M തുടങ്ങിയവ മാന്ദ്യം റിപ്പോർട്ട് ചെയ്തു. HSBCയും ബാർക്ലേസും മോർഗേജ് നിരക്ക് കുറച്ചു. പണപ്പെരുപ്പം 3.8% തുടരുകയും ഭക്ഷ്യവില വർദ്ധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടിസ്ഥാന പലിശ നിരക്ക് 4% നിലനിർത്തി. ഇത് മോർഗേജ് വിപണിയിൽ ആശങ്കയുണ്ടാക്കിയെങ്കിലും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നിരക്കുകൾ കുറയുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. HSBCയും ബാർക്ലേസും ചില ഫിക്സഡ് റേറ്റ് മോർഗേജ് ഡീലുകളുടെ നിരക്ക് കുറച്ചതോടെ ഈ പ്രതീക്ഷകൾക്ക് ബലം ലഭിച്ചു. ബാർക്ലേസ് 0.1% കുറവ് വരുത്തി. 40% ഡെപ്പോസിറ്റിൽ 4.01% നിരക്കിൽ 5 വർഷത്തെ ഫിക്സഡ് ഡീൽ വാഗ്ദാനം ചെയ്യുന്നു. പല വിദഗ്ധരും ഈ വർഷം തന്നെ പലിശ നിരക്കിൽ വീണ്ടും കുറവുണ്ടാകുമെന്ന് പ്രവചിക്കുന്നു. നിലവിലെ മോർഗേജ് നിരക്ക് ശരാശരി 5%.
പണപ്പെരുപ്പം 2% ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും ഭക്ഷ്യവിലക്കയറ്റം, തൊഴിൽ വിപണിയിലെ മെല്ലെപ്പൊക്ക്, 4 വർഷത്തെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് എന്നിവ ഇപ്പോഴും വെല്ലുവിളികളായി നിലനിൽക്കുന്നു. അതിനാൽ ഭാവിയിൽ നിരക്കുകൾ ഘട്ടം ഘട്ടമായി മാത്രമേ കുറയ്ക്കൂവെന്ന് ബാങ്ക് ഗവർണർ ആൻഡ്രൂ ബെയ്ലി സൂചിപ്പിച്ചിരുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.